രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ ആരുമല്ല, എനിക്ക് ആരുമല്ല. ആരോപണം ഉന്നയിച്ച റിനിയെ എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു താരം പ്രവാസി എഴുത്തുകാരിയായ ഹണി ഭാസ്കറാണ്. ഞാൻ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറേ കാലം ദുബായിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഹണിയെ എനിക്ക് നന്നായിട്ട് അറിയാം. നമസ്കാരം, എൻ്റെ പേര് ഐപ്പ് പള്ളിക്കടൻ. ചരിത്ര അന്വേഷികളോട് ഞാനൊരു പഴയ KSUക്കാരനല്ല, SFIക്കാരാണ്. ആലപ്പുഴ SD കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായും മാഗസിൻ എഡിറ്ററായും നല്ലപോലെ വിജയിച്ച് അത്യാവശ്യം പേരുണ്ടായിരുന്ന ഒരു പഴയ SFIക്കാരൻ. ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ആരുമായും അടുത്ത ബന്ധം ഇപ്പോൾ പുലർത്തുന്നില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. ഞാൻ കുറച്ചു മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ. അതിന് താഴെ കുറേ അധികം ആൾക്കാർ നല്ല കമൻറ്റും മോശം കമൻറ്റും ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വഴി, അതിൻ്റെ പോക്ക്, അതിൻ്റെ ഗതിയെ പോട്ടെ. എനിക്ക് പരിചയമുള്ള മാധ്യമപ്രവർത്തന മേഖലയെക്കുറിച്ച് മാത്രമാണ് ആ പോസ്റ്റിൽ ഞാൻ എഴുതിയത്. അവിടെ രാഹുലിനെ പിന്തുണയ്ക്കാനോ റിനിയെ പിന്തുണയ്ക്കാനോ ഹണി ഭാസ്കറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുന്നുമില്ല. അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിനിയുടെ വായിൽ നിന്ന് വരുന്ന പേര് ആരുടെ തന്നെ ആയാലും അദ്ദേഹത്തെ പറ്റുമെങ്കിൽ തൂക്കിലേറ്റിയേക്കണം. അത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീ വിഷയം വരുമ്പോൾ എനിക്ക് തോന്നുന്നു സരിതയ്ക്ക് ശേഷം കേരളം ഇത്രയധികം പ്രകമ്പനം കൊണ്ട ഒരു പേര് ഇനി റിനിയുടേതായിരിക്കും. കാരണം അത്രമാത്രം മാധ്യമങ്ങൾ ഇതിനെ ആഘോഷിക്കുന്നുണ്ട്, ആരവമാക്കുന്നുണ്ട്, വാർത്തയാക്കുന്നുണ്ട്. മലയാളികൾക്ക് പൊതുവെ ഒരു സ്ത്രീപക്ഷ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. ഞാൻ അതിൻ്റെ പോസിറ്റീവ് വശമാണ് പറയുന്നത്, അതിൻ്റെ നെഗറ്റീവ് വശത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആളൊന്നുമല്ല. പക്ഷേ മലയാളികൾക്ക് ഇപ്പോൾ ബസ്സിൽ സ്ത്രീകളുടെ സീറ്റിൽ പുരുഷന്മാരിരിക്കുമെങ്കിലും പക്ഷെ സ്ത്രീകളുടെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പീഡന വിഷയം വന്നു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരു ഉത്സാഹമുണ്ട്, ഒരു അത്യുത്സാഹമുണ്ട്. അത് കുറച്ചും കൂടെ പുകയ്ക്കാൻ, കുറച്ചും കൂടെ ഗംഭീരമാക്കാൻ മാധ്യമപ്രവർത്തകർക്കും വലിയ ചങ്കൂറ്റമുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിന്ന് തുടങ്ങി ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത റിനി പോലും ഒരു പേര് പരാമർശിച്ചില്ല. പക്ഷെ പലതവണ ഇയാളാണോ ഇയാളാണോ എന്ന് ആവർത്തിച്ച് അവരുടെ വായിൽ തിരികെ കയറ്റുന്ന ഒരു സമീപനം മാധ്യമപ്രവർത്തകരുടെ മുമ്പിലുണ്ടായി. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. എക്കാലം നിലനിൽക്കേണ്ട 4 തൂണുകളിൽ അതിപ്രധാനമാണ് മീഡിയ അല്ലെങ്കിൽ മാധ്യമം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തെ വ്യഭിചരിക്കുന്നതിനെതിരെയാണ് പഴയ ഒരു മാധ്യമ പ്രവർത്തനം ഇപ്പോഴും ചില കാര്യങ്ങളിൽ നേരിന്റെ പക്ഷം പിടിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ സംസാരിച്ചത്. ഞാൻ എക്കാലവും പറയുന്നുണ്ട്, ഞാനൊരു പക്ഷപാത ഉള്ള വ്യക്തിയാണ്, ഒരു പക്ഷം പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇടതിന്റെ പക്ഷമാണോ വലതിന്റെ പക്ഷമാണോ എന്ന് ചോദ്യം ഉന്നയിക്കുന്നവർക്ക് മുമ്പിൽ അത് എൻ്റെ പക്ഷം, ശരിയുടെ പക്ഷം, ഐപ്പിന്റെ പക്ഷം എന്ന് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. മാധ്യമപ്രവർത്തകരെ മുഴുവൻ ഒഴിഞ്ഞ് ഗംഭീരമാക്കാനുള്ള അത്തരത്തിലുള്ള മോശം ചിന്താഗതിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ചില ആളുകൾ ചില സ്ഥാപനത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി കോമാളികളായി മാറും. അത്തരം ആളുകൾ ഇന്നും ഇന്നലെയും ഉണ്ടായതൊന്നുമല്ല. കാലാകാലങ്ങളായി ഇത്തരം സ്ഥാപനങ്ങളുടെ കോമാളി കുത്തങ്ങളായിട്ട് അല്ലെങ്കിൽ കോമാളികളായിട്ട് മാറുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സന്തോഷം, എൻ്റെ ഒരു സംതൃപ്തി എന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ ജോലി ചെയ്തിട്ടുള്ളത് മനോരമയിലും ഏഷ്യാനെറ്റ് ന്യൂസിലും മാതൃഭൂമിയിലുമാണ്. അവിടെ ഒന്നും എനിക്ക് പശ്ചാത്താപം ഉണ്ടാക്കുന്ന രീതിയിൽ, ഒരു കുറ്റബോധം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വാർത്തയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സന്തോഷം, എൻ്റെ ചാരിതാർത്ഥ്യം. ആ ഒരു ആത്മാഭിമാനത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാനും ഞാൻ ധൈര്യം കാട്ടുന്നത്. ശിക്ഷിക്കപ്പെടണം, കുറ്റാരോപിതരല്ല, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതിന് നീതിയും നിയമവും വ്യവസ്ഥതകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ആളുകളെ കേൾക്കാനുള്ള സഹിഷ്ണുത ഉണ്ടാകണം, കേൾക്കുന്നത് സത്യമാണെന്ന് വിലയിരുത്താനുള്ള ബോധമുണ്ടാകണം. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ കുറേയധികം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നിന്നും ഇല്ലാതായി പോകും. സരിത എന്ന വ്യക്തി ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവർക്കെന്തോ രോഗം പിടിപെട്ട് അവർ ചികിത്സയിലാണെന്നൊക്കെ ഇടയ്ക്ക് വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്നും അറിയത്തില്ല. എനിക്കും കൃത്യമായ വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വാചാലനാകുന്നില്ല. മറിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന പേരുകൾ, പുതിയ പേരുകൾ, ഒന്ന് റിനിയുടെ പേരാണ്. റിനിയുടെ പേര് എനിക്ക് പറയാം, കാരണം ഇര താനാണെന്ന് പലതവണ അവരെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പേര് വെച്ച്, മുഖം വെച്ച് അവരുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇരയുടെ പേര് പരാമർശിക്കാത്ത വിധം അത്ര ഒരു കെട്ട വാർത്തയല്ലാത്തത് കൊണ്ടാണ് റിനിയുടെ പേര് എടുത്തു പറഞ്ഞത്. ഞാൻ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, പോലീസ് കേസുണ്ടോ? നിയമപരമായി എന്തുകൊണ്ട് വ്യക്തികൾ ശിക്ഷിക്കപ്പെടുന്നില്ല? പൊതുമാധ്യമത്തിൽ അല്ലെങ്കിൽ പൊതു സദസ്സിൽ അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. നല്ല തല്ലു കൊടുക്കണം, പറ്റുവാണെങ്കിൽ കുനിച്ചേർത്ത് 2 ഇടി കൊടുക്കണം. ആ കൂട്ടത്തിൽ ഞാനുണ്ടാകും. പക്ഷേ തെറ്റ് ചെയ്ത രീതി, ആരൊക്കെയാണ് ഇതിനകത്ത് തെറ്റുകാർ,
ആക്കപ്പെടുന്ന ആളുകൾ മാത്രമാണോ? ഇരയിലേക്ക് എത്തുന്ന വഴിയിൽ എത്ര പേരുണ്ടെന്നൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു തൻ്റെ ഇടം നമ്മൾ മലയാളികൾ കാണിക്കണം. ഒരുപാടൊന്നും പറഞ്ഞ് വലിയ വാചക കസരത്ത് കാട്ടി ഞാൻ മിടുക്കനാക്കാൻ ശ്രമിക്കുന്നില്ല, ആരെയും വെളുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ തൻ്റെ ഇടവും ഒക്കെ എനിക്കുണ്ട്. ചില ആളുകൾ പറയുന്ന പോലെ ഐപ്പ് വെളുപ്പിക്കാൻ ഇറങ്ങിയിരുന്നു. ആരെ വെളുപ്പിക്കാനാണ്? ഇവനെയൊക്കെ വെളുപ്പിച്ചിട്ട് എനിക്കെന്താണ് ഗുണം? ഒരു ഗുണവുമില്ല. അതുകൊണ്ട് രാഹുൽ എന്ന വ്യക്തി ശിക്ഷിക്കപ്പെടേണ്ട വ്യക്തിയാണെങ്കിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ അയാൾക്ക് വാങ്ങിക്കൊടുക്കണം. പറ്റുമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കി മിടുക്ക് കാണിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുകയും വേണം. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒരുപാട് കുറ്റാരോപിതരുണ്ട്, ആരോപണ വിധേയരുണ്ട്, ശിക്ഷിക്കപ്പെട്ട ആളുകൾ പോലുമുണ്ട്. അവരൊക്കെ ഞെളിഞ്ഞു നടക്കുന്ന കാണുമ്പോഴാണ് ശിവനെയൊക്കെ എന്ത് ചെയ്യണം എന്നലയ്ക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഭൂ ഭ എന്നൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ അവർക്ക് മുന്നിൽ മണിനിരത്താൻ പ്രിയപ്പെട്ട സഖാക്കന്മാരോടും പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരോടും പ്രിയപ്പെട്ട BJP-ക്കാരോടും പിന്നെ അങ്ങോട്ട് അല്ലറ ചില്ലറ എല്ലാ പാർട്ടിക്കാരോടും അതീവ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.